Welcome again to my channel, Dialect Sivo Learning Made Easy, Part 6. നമ്മൾ കഴിഞ്ഞ ഇത് ക്ലാസ്സിൽ കണ്ടത് ഈ ബിൽഡിങ്ങിൻ്റെ പ്ലാന് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ട് വി സ്റ്റാർട്ടഡ് ഇത് ഇൻസേർട്ടിങ് ഡോർസ് ആൻഡ് വിൻഡോസ്. ഇപ്പം ഇതൊരു ഡോറാണ്. നമ്മൾ ലെറ്റസ് ഹാവ് എ ലുക്ക് അറ്റ് ദ 3D ഏരിയൽ വ്യൂ ഓഫ് ദിസ്. കണ്ടില്ലേ, റൂംസൊക്കെ ഉണ്ട്, ഇവിടെ ഇതുണ്ട്. ഇതായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞത്. അടുത്ത ഇത് പ്രോഗ്രാം എന്താണെന്ന് പറഞ്ഞാൽ ലെറ്റസ് ഫിക്സ് ഡോസ് ഫോർ ഓൾ ദ റിമൈനിങ് റൂംസ്. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഫോളോ മൈ കഴ്സർ. സോ കം ടു ദിസ് അപ്പർച്ചേഴ്സ്. ഓക്കെ, അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തപ്പം പൊസിഷൻ ആക്റ്റീവ് അപ്പർച്ചർ, ഡ്രോ ന്യൂ അപ്പർച്ചർ എന്ന് വന്നു. So let us go and select the doors. Okay, for doors different sizes ഇവിടെ വന്നു. I think this door will be okay for this janitor room, the first room on the left. അത് സെലക്ട് ചെയ്തപ്പോൾ the door came here. Okay, ഇനി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ പൊസിഷൻ ആക്റ്റീവ് അപ്പർച്ചർ. We have already selected the door, so select it. Now I have this with me. ഞാൻ ഇവിടെ കൊണ്ടുപോയിട്ട് ലെഫ്റ്റ് ക്ലിക്ക് ഓൺ ദ മൗസ്. സോ ദ ഡോർ ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ബട്ട് ഐ തിങ്ക് ഇറ്റ് ഹാസ് ഗോൺ ലിറ്റിൽ ഔട്ട് ഓഫ് ദ സ്കെയിൽ. സോ വി ഹാവ് ടു ഡീസ്കെയിൽ ഇറ്റ്. അപ്പം അതിന് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ലെറ്റ് us റൈറ്റ് ക്ലിക്ക്, സ്കെയിൽ ഇറ്റ്. കുറച്ച് സ്മോളാക്കുക, നന്ന സ്മോളല്ല. വി ക്യാൻ ബ്രിങ് ഇറ്റ് ടിൽ ഹിയർ ആൻഡ് ദിസ് ഓൾസോ വി ക്യാൻ ബ്രിങ്. റൈറ്റ് ക്ലിക്ക് ചെയ്താൽ മെനു വന്നു, ദെൻ ലെഫ്റ്റ് ക്ലിക്ക് ആൻഡ് ദെൻ യു ഗെറ്റ് യുവർ ദ കഴ്സർ. ഓൾ റൈറ്റ്. ഓക്കെ, ഇപ്പം ഇത് കുറച്ചുകൂടി ഇങ്ങോട്ട് വരണം അല്ലേ? ഓക്കെ, നൗ ലെറ്റ്സ് സീ. അല്ല, ഇത് കുറച്ചുകൂടി. ഓക്കെ, now let's see how it will be. Let us look at this door. See the door here? You can see the door closed from inside. Okay. ഇനി അതുപോലെ we go to the 2D. അടുത്ത റൂമിലേക്ക് ഡോർ വയ്ക്കാം. ഓക്കെ, either you copy this from here to here or you can draw insert a new door. ഞാനിതിപ്പോൾ ഇവിടുന്ന് ഇത് ലെഫ്റ്റ് ക്ലിക്ക്, ദെൻ റൈറ്റ് ക്ലിക്ക്, യു ഗെറ്റ് എ കോപ്പി മെനു, ദെൻ you can copy it and then you can right click and paste. Okay, I think it is slightly moving is okay. Copy paste. Okay, scale it slightly. You scale it. I feel it should be this way. ഇതൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് പോലെ നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ. നമുക്ക് ചെയ്തുകൊണ്ടിരിക്കും, നമുക്ക് തന്നെ ഒരു ഐഡിയ തോന്നും. വി ഹാവ് ടു മാച്ച് വിത്ത് ദ സിവിൽ ഡ്രോയിങ്. ഓക്കെ, ഇനി അഗെയിൻ ഈ WC റൂമിലേക്ക് വേണ്ടിയിട്ട് ഞാൻ either you take it from here or you copy it. Since the door is almost the same size, I copy it again. Right click, then copy, then paste. Okay, ഇപ്പം 3 ഡോറിനും റെഡി ആയി കഴിഞ്ഞു. ലെറ്റ് സീ ഹൗ ഇറ്റ് ഈസ്. സീ, ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്. സപ്പോസ് ഈ ഡോർസ് ആർ ഓൾ ക്ലോസ് ഫ്രം ഇൻസൈഡ്. സപ്പോസ് യു വാണ്ട് ടു ക്ലോസ് ഫ്രം ഔട്ട്സൈഡ്. ഓക്കെ, നമുക്ക് വി ക്യാൻ ദ സെയിം വേ വി ഡിഡ് ദ സ്കെയിലിംഗ്. ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഇറ്റ് ബിക്കേം ബ്ലൂ. ഓക്കെ, നൗ റൈറ്റ് ക്ലിക്ക്, ദെൻ റൊട്ടേറ്റ്. സി, you can rotate it. Now you see the difference in the window. കണ്ടോ? This is closed from outside. മറ്റേത് രണ്ട് ഇൻസൈഡ് നിന്നാണ്.
സോ വി ഗോ ബാക്ക്. ഇത് ഐ ജസ്റ്റ് വോണ്ട് ടു ഷോ യു ദാറ്റ്. അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ആക്കിയെന്നേ ഉള്ളൂ. സെലക്ട് ഇറ്റ്, ലെഫ്റ്റ് ക്ലിക്ക്, ദെൻ റൈറ്റ് ക്ലിക്ക്, റൊട്ടേറ്റ്. ഐ വിൽ ഗോ ബാക്ക് അഗൈൻ ടു ദ ഓൾഡ് പൊസിഷൻ സോ ദാറ്റ് എല്ലാ ഡോറും ഒരുപോലെയായി. ഇൻസൈഡിന് ഓപ്പൺ ആക്കുന്ന പോലെ 3 ഡോർസായി. ഇനി ഇവിടെ ഷവർ റൂമുണ്ട്. ഇതിന് ഡോറ് നമ്മൾ ഇൻസേർട്ട് ചെയ്യണം. ലെറ്റ് us choose a door. Maybe you need a little bigger one. അല്ലേ? 1.231 will be too big. Let's see. Let's see now. 1.094, 1.025 നോക്കാം. ഈ ഡോർ എടുത്തിട്ട് നോക്കാം. പൊസിഷൻ ആക്റ്റീവ് അപ്പർച്ചർ ഇവിടെ സ്ലൈറ്റ്ലി ബിഗറാണ്. സോ ഐ ലെഫ്റ്റ് ക്ലിക്ക് ഇറ്റ്. അപ്പോൾ അത് വീണ്ടും വന്ന് റിപ്പീറ്റ് ചെയ്തു. അതിന് പകരം നമ്മൾ ഐ എം ഗോയിങ് ടു ഡിലീറ്റ് വൺ ഡോർ. ദെൻ ഐ വിൽ ജസ്റ്റ് മൂവ്. ഇതൊരു വലിയൊരു കാര്യമല്ല കേട്ടോ. നമുക്ക് ആ ലെഫ്റ്റും റൈറ്റും ക്ലിക്ക് ചെയ്തിട്ട് നമുക്കതങ്ങനെ ചെയ്യുന്ന പോലെ നമുക്കത് എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് സ്കെയിൽ ചെയ്തിട്ട് അതിനൊന്ന് ചെറുതാക്കുക. അതുപോലെ ഈ ഭാഗത്തും സ്കെയിൽ ചെയ്തിട്ട് മേക്ക് ഇറ്റ് ലിറ്റിൽ ബിഗ് സ്മോൾ. ഇപ്പോൾ ഇവിടുത്തെ ഡോറും ആയി. ലെറ്റ് സി ഹൗ ദിസ് വിൽ ബി. ഇപ്പം 3 ഡോറ് പ്ലസ് ദ ഷവർ റൂമിൻ്റെ ഡോറ്. കറക്റ്റ്. അപ്പോൾ അത് റെഡിയായി കഴിഞ്ഞു. Now what we need is the windows. Okay? Window, and again you go to select. ഇതിലിപ്പോൾ ഡോർസ് ആൻഡ് വിൻഡോസ് ആണ് ഉള്ളത്. നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ വിൻഡോസ് വന്നു. സി ഐ വിൽ ചൂസ് ദിസ് വിൻഡോ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വിൻഡോസ് അത് താഴെപ്പോയ വിൻഡോസ് ഉണ്ടാകും വേറെയും. പിന്നെ അതല്ലെങ്കിൽ നമുക്ക് വേറെയും ചൂസ് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഐ ആം ഗോയിങ് ടു ചൂസ് ദിസ് വിൻഡോ. ഓക്കെ, ദ വിൻഡോ സ്റ്റാൻഡേർഡ് വിൻഡോ ആണ്. പൊസിഷൻ ഇവിടെ ഒരു വിൻഡോ കൊടുക്കാം. അപ്പോൾ അവിടെ ഒരു വിൻഡോ ആയി. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ ഇഫ് യു വാണ്ട് യു ക്യാൻ ഡു ദ സ്കെയിലിംഗ്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, നമുക്കിത് ഓൾമോസ്റ്റ് ഉണ്ടല്ലോ. ഇനി വേണമെന്നുണ്ടെങ്കിൽ പൊസിഷൻ ചെയ്യാം, മൂവ് ചെയ്യാം. മൂവ്, we can move it. Okay, ഇതാ ഇവിടെ ഈ കൗണ്ടറിലേക്ക് ഇവിടെ നിന്ന് മൂവ് ചെയ്തു. ലെറ്റ് us see how it looks. See the window here. ഈ ഡോറിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ആ ഒരു വിൻഡോ കിട്ടി. Okay, now we can have one more window here on the janitor room. So what you can do is either you copy from here or you select this position active aperture. ഈ വിൻഡോ ആണ് ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടുള്ളത്, ആക്റ്റീവ് അപ്പർച്ചർ. സോ പൊസിഷൻ ആക്റ്റീവ് അപ്പർച്ചർ എന്ന് പറഞ്ഞാൽ ഇത് കിട്ടും. ആൻഡ് യു ക്യാൻ പ്ലേസ് ഇറ്റ് ഹിയർ. ഓക്കെ, മൂവ്. പോരെ, ഇപ്പോഴെങ്ങനെയുണ്ടെന്ന് നോക്കാമല്ലോ. യു ഹാവ് 2 വിൻഡോസ് ഹിയർ. ഓക്കെ, അപ്പോൾ ഡോർസായി, വിൻഡോസായി. നൗ വി ആർ റെഡി. ഓക്കെ, ദ ബിൽഡിംഗ് ഓൾമോസ്റ്റ് എല്ലാം ശരിയായി കഴിഞ്ഞു. ഇതിൻ്റെ സ്ട്രക്ചർ ശരിയായി, ഡോർസ് ശരിയായി, വിൻഡോസ് ശരിയായി. നൗ വാട്ട് യു നീഡ് ഈസ് ഫേർണിച്ചേഴ്സ്. ജനറലി നമുക്ക് ഇതിലൊക്കെ ആവശ്യമുള്ള ഫേർണിച്ചർ, ഇപ്പോൾ എൻട്രൻസ് ഹാൾ, വൈ നോട്ട് വി ഹാവ് സം ചെയർസ് ഹിയർ. ചെയർ വേണം, ടേബിൾ വേണം, ഡ്രോയേഴ്സ് വേണം, ഷെൽഫ് വേണം. എല്ലാം ഇവിടെ ഡയലക്സിൽ തന്നെ അവൈലബിൾ ആണ്. നമുക്ക് നോക്കാം. ഓക്കെ, നമ്മളെ പിന്നെ യൂസർ ഇൻ്റർഫേസസ് നോക്കിയപ്പോൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഇവിടെ. സോ ദിസ് ഈസ് ഫോർ ദ ഫേർണിച്ചർ ആൻഡ് ഓബ്ജെക്ട്സ്. സോ യു ക്യാൻ ചൂസ് സം ഫേർണിച്ചർ ഫ്രം ഹിയർ. ഓക്കെ, ഞാനിത് എടുത്തു. നൗ സെലക്ട്
ചെയറുണ്ട്, പലതും ഉണ്ട്. ഇനി ഇത് പോരെങ്കിൽ മോർ ഒബ്ജക്ട്സ് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ യു സ്റ്റിൽ ഗെറ്റ് മോർ ഒബ്ജക്ട്സ്. ഈവൻ കോട്ട്, മാട്രസ്, ടേബിൾ, ഷെൽഫ് പലതും കിട്ടും. വാട്ട് എവർ യു നീഡ് is available. Okay, now I am going to take the chair here. Chair also different types are available. I am going to choose this chair now. So that came here. ആ ചെയർ നമുക്കിതിൽ എങ്ങനെ അറേഞ്ച് ചെയ്യണം എന്നുള്ളത്, കുറേ ചെയർസ് ഒരുമിച്ച് വേണം. റെക്റ്റാങ്കുലർ അറേഞ്ച്മെൻ്റ് ആണ്, അങ്ങനെ ചെയ്യാം. പല ടൈപ്പ് വരെ, സർക്കുലർ ആണോ അല്ല പോളിഗണൽ സിഗ്സാഗ് ആയിട്ട് വേണോ ഓർ ഇൻ ലൈൻ. ലെറ്റ് us മേക്ക് എ ഇൻഡിവിജ്വൽ അറേഞ്ച്മെൻറ്റ്. ഓക്കെ, ഞാൻ ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റായിട്ട് ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ് ഇവിടെ. സോ ഐ വിൽ കീപ് ദ ചെയർ ഹിയർ. ഓക്കെ, now how it is. തിരിഞ്ഞിട്ടാണോ ഉള്ളത് നമുക്കൊന്ന് നോക്കാം. ഏരിയൽ വ്യൂവിൽ നോക്കുമ്പോൾ ചെയർ എങ്ങനെയുണ്ട്? തിരിഞ്ഞിട്ടാണ് ഉള്ളത്, കണ്ടില്ലേ? ഇത് the back side is reversed, so we have to turn it now. We will take the 2D plan, left click, then right click, rotate it 90 degree, then 180 degree. ഞാൻ റൊട്ടേറ്റ് ചെയ്തപ്പോൾ ചെയറിൻ്റെ പൊസിഷൻ എങ്ങനെയുണ്ടെന്ന് നോക്ക്. ഇതാ, the back side is near the wall. It is okay. Okay, maybe I had to see ഇവിടെ നിന്ന് ഇത് കഴിഞ്ഞു പോയി, അതുകൊണ്ട് ലെഫ്റ്റ് ക്ലിക്ക്, റൈറ്റ് ക്ലിക്ക്, മൂവ് സ്ലൈറ്റ്ലി ഫോർവേഡ്. Okay, now how it is, you can see the chair here. അല്ലേ? A chair, when compared to the size of the room, I think the chair may be slightly big. You can descale it. Just see, left click, then right click, scale it. സ്കെയിൽ ചെയ്യുമ്പോഴും നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഇതാ കുറച്ച് ചെറുതാക്കാം. 395. ഇനി ഇത് ഈ സൈഡിൽ നിന്ന് വേണമെങ്കിൽ കുറച്ചങ്ങനെയും ചെറുതാക്കാം. ഓക്കെ, അപ്പോൾ ഒരു ചെയറായി. ഇവിടെ ഒരു ചെയർ പ്രോപ്പർലി സ്കെയിൽ ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി എഗെയിൻ ചെയർ വേണമെന്നുണ്ടെങ്കിൽ either you select from here and drop it from there to here, or left click, make it the blue color icon. That means there is some active work to be done. Then right click, copy it. You can paste. രണ്ട് ചെയറായി. നമുക്ക് കുറച്ചും കൂടി മൂവ് ചെയ്യാം. മൂവ് ചെയ്തിട്ട് കുറച്ചും കൂടി, ബിക്കോസ് ഐ എം ഗോയിങ് ടു ഫിക്സ് എ ടേബിൾ ഓൾസോ ഹിയർ. ഓക്കെ, ഇപ്പോൾ രണ്ട് ചെയറായി, സെയിം സൈസിലുള്ള രണ്ട് ചെയറായി. ലെറ്റ് സി ഹൗ ഇറ്റ് ഈസ്. സി, രണ്ട് ചെയർ വെച്ചു, ഇനി ഒരു ടേബിള്. ദിസ് ഇസ് ദ എൻട്രൻസ് ഹാൾ. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞാൽ നമുക്ക് we will do the other furniture like table, and in the other room also we can have some furnitures here. അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ the whole thing is over, then we'll go for the luminary details and all like that. Okay, because whatever the furniture you have, this is going to affect the reflection factor. And also we'll do some materials. ഇതിപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ കണ്ടല്ലോ, ഇനിയിപ്പോൾ വാളിലേക്കുള്ള കളേഴ്സും ടൈൽസും ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. വിൽ ഡു ഇറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. See you in the next class. And meanwhile, I want to remind you, please subscribe. Whoever see this video, please subscribe. Your more subscription will be a motivation for me to do more and more classes. This is part 6. See you in part 7. Okay? Thanks again. Bye.